ഞങ്ങളുടെ പാത്രം ഓട്ടായിക്കണം. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇവിടെ വെള്ളം കിട്ടി ആദ്യം നിങ്ങൾക്ക് പുതിയ പാത്രം തരാം അല്ലേ? അതുകൊണ്ട് പാർസൽ അയച്ചിരുന്നായിരുന്നു. നോക്കിക്കോട്ടോ ചങ്കു മുസ്തുവിനുള്ളതാണിത്. ഞാനൊരു കുടം സ്പോൺസർ പറഞ്ഞിരുന്നു അന്ന്. വെള്ളം കിട്ടുന്ന പ്രതീക്ഷയിലൊന്നും അല്ല പറഞ്ഞത്. ഏതായാലും ഒരു കുടം കൊടുക്കേണ്ടി വന്ന്. ഏതായാലും ഇത് മുസ്തുവിനുള്ള കുടമാണ്. ഇതിങ്ങനെയാണ് പോണത് കേട്ടോ. അഥവാ നിങ്ങൾ നിൽക്കണ അവിടെ നിന്നാണ് ഒരു കരു കേട്ടോ, ആ ഭാഗത്തുനിന്ന്. പിന്നെ ഈ ഭാഗത്തുനിന്ന് ഒരു കരുണ്ട്, ഈ മേലിനൊന്ന് അതങ്ങനെ നേരെ നമ്മൾ കിണറ്റിന് അടുത്തൊട്ട് ചാരി കളിച്ച വെള്ളം കിട്ടും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രണ്ടിനും കൂടി ജംഗ്ഷനാണ് ഇവിടെ വരുന്നത്. ഈ സ്ഥലം ഇവിടെ ഇവിടെ രണ്ട് കരു അതാണ് ഇച്ചിരി അത്യാവശ്യം വെള്ളമുള്ള കരു കേട്ടോ. നമ്മളെ ഇപ്പം ഉണ്ട് അവിടെ. ഇപ്പം ചോദിച്ചാണ് വെള്ളം കിട്ടുമോ ഉടായിപ്പാണോ എന്നുള്ളത് ചങ്കാടെ. അത് ഞങ്ങൾ കാണിച്ചു തരും ഇല്ലപ്പാ. അത് കാണിച്ചെടുത്ത ചങ്കാൾക്ക്. ചങ്കാളെ നമുക്ക് പണി ഉണ്ടാക്കിയാണ് കുണ്ടിക്കാണ് ചാടിയത്. അത് ഉപയോഗ തന്നെ കയറി എടുക്കുന്നതാണ്. ഞാൻ എടുക്കുമല്ലോ. അവിടെ ഇപ്പോൾ എത്ര 16 കൊല്ലം താത്തിയിട്ടില്ല അവിടെ. അവിടെ അത്രയും താത്തണ്ട. അതിന് മുമ്പ് തന്നെ വെള്ളം കിട്ടും. 10 to 15 ഉള്ളിൽ വെള്ളം കിട്ടും ഇവിടെ. ഈ തേങ്ങ നിൽക്കുന്നത് കറക്റ്റ് സെൻറ്റർ കേട്ടോ. തെങ്ങ് പോവില്ല കേട്ടോ. തെങ്ങ് പോവില്ല. തെങ്ങ് പോകാതെ എടുത്തോണ്ടി തെങ്ങ് കളയരുത് കേട്ടോ. പേടിച്ചണ്ട. ചങ്കാളെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചേളാരി പറമ്പിൽ പീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ സ്വന്തം ചങ്ക് പ്രവാസിയായിട്ടുള്ള അസ്കറലിൻ്റെ പ്ലോട്ടിക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് അസ്കറലിൻ്റെ പിന്നെ ഫാദറാണ് വൈഫിൻ്റെ അല്ലേ? അത് പിടിച്ചു നോക്കാണ്. ഇന്ന് ഇപ്പാനെ കൊണ്ടാണ് സ്ഥാനം നോക്കിച്ചാണ്. ഇപ്പം പറഞ്ഞത് ഉടായിപ്പാണോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ആ സംശയം മാറ്റുന്നേ അല്ലേ? അത് ആ കിണറ ഉപയോഗിച്ച ആ കിണറിനെ കാണിച്ചു കൊടുത്താൽ അവിടെ ഒരു 20 കോല് താഴ്ചയുള്ള. എത്ര കോലത് ഇപ്പോൾ താഴ്ചയുള്ളത്? 15 കോലുള്ള ഒരു കിണറിനെ കാണിച്ചു കൊടുത്താലേ. അതിൻ്റെ കൂടെ എന്താണ് കാണിച്ചു കൊടുത്താലേ കിണർ. ഒരു തുള്ളി വെള്ളമില്ല അല്ലേ? ഒരു തുള്ളി വെള്ളമില്ലാത്തൊരു 15 കോലിൻ്റെ കിണർ ഇവിടെ ഉണ്ട്. അവിടെ ഞങ്ങൾ നല്ല സുന്ദരമായിട്ടുള്ള ഒരു കിണറാണ് തപ്പാൻ പോകുന്നത്. എന്തേ ഓക്കെ ചങ്കളെ. ഈ തേങ്ങ വെച്ചതാണ് പോയിന്റ്, നമ്മൾ അസ്കർ ബായിൻ്റെ പോയിന്റ്. ഇപ്പോൾ കക്കൂസും പോയി ഇവിടെ നിന്നാണ് മാറ്റും. അത് നമ്മൾ വേറെ അവിടെ കുത്തും. ഇവിടെ വെള്ളമാണ് കാണിച്ചു തരും. ചങ്കളെ അപ്പൊ അസ്കർ ബായിന്റെ കുറ്റി അടിക്കാൻ വേണ്ടി ഞാനും വന്നിട്ടുണ്ട്. എല്ലാവരും ഒരു ലൈക്ക് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ലൈക്ക് ഇട്ട് പ്രോത്സാഹിപ്പിക്കട്ടോ. എന്നാ ശരിട്ടാ. ഓക്കെ ചങ്കളെ കളിച്ചിട്ട് ഇൻഷാല്ല കാണിച്ചു തരാം അസ്കർ ബായിൻ്റെ കിണർ. ഓക്കെ. അങ്ങനെ നമ്മളെ ഉടായിപ്പുകൾ നോക്കിയ ഒരു സ്ഥാനം ഇനി ഇവിടെ. കാരണം ഈ പറമ്പിലൊന്നും വെള്ളമില്ല ഇനി. അങ്ങനെ ഏതൊരു പറഞ്ഞ മാതിരി തന്നെ 13 കോലില് നല്ല വെള്ളം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല വെള്ളമുണ്ട്. പിന്നെ ഇത് വലിയൊരു പറമ്പാണ്. ഈ പറമ്പ് ഈ ഭാഗത്ത് വെള്ളങ്ങളൊന്നും ഇല്ല, കുറവാണ്. വളരെ കുറവുള്ള ഒരു ഏരിയയാണ്. വെള്ളമൊന്നും അങ്ങനെ കിട്ടുന്ന സ്ഥലമല്ല. അങ്ങനെ എൻ്റെ മരുവന് കോട്ടക്കൽ നിന്ന് 2 ഉടായിപ്പുകളെ സ്ഥാനം നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇത് ആദ്യം ഒരു കിണർ കുത്തിയതാണിത്. അത് പൊട്ടൻ കിണറാണ്. ഇനി വെള്ളമൊന്നുമില്ല, ഉള്ളു പാറയാണ്, ഒന്നുമില്ല. ഇത് കണ്ട ഈ പറമ്പ് ഇങ്ങനെ വിൽക്കാതെ കിടക്കാനുള്ള മെയിൻ കാരണം ഇവിടെ വെള്ളമൊന്നുമില്ല. വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആരും ഇത് എടുക്കാത്ത തന്നെ. ഒന്ന് ഏതായാലും പൊട്ടനായി. ഇതും വലിയൊരു പ്രതീക്ഷ ഒന്നും എനിക്കില്ല ഇനി. അങ്ങനെ ഒരു പറഞ്ഞ മാതിരി തന്നെ നല്ല വെള്ളം, ഒരു 3 കോല് വെള്ളം ഇപ്പം കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്തൊന്ന് നോക്കണം വേനലൊക്കെ ആകുമ്പോഴേ. ഉടായിപ്പുകൾക്ക് ഒരു കലം പൊട്ടിയതേനി. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞിനി അതാ വെള്ളം കിട്ടുകയാണെങ്കിൽ ഒരു കലം അവർക്ക് സ്പോൺസർ ചെയ്തിന്. അപ്പോൾ ഏതായാലും അത് കൊടുക്കേണ്ടി വന്ന്. ഏതായാലും വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട്. അവരത്ര മോശക്കാരൊന്നുമല്ല, നമ്മൾ വിചാരിച്ചാലും അപ്പുറമാണ്. ഏതായാലും വെള്ളമൊക്കെ ഉണ്ട്.